പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് ആത്യന്തികമായ സന്തോഷം എന്തിൽ നാം കാണുന്നു. പലതരത്തിൽ സന്തോഷങ്ങളൊക്കെ അനുഭവിക്കുവാൻ എനിക്ക് സാധ്യത ഉണ്ടാകുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നാം, ദൈവത്തിൻ്റെ മകനും മകളുമായ നാം എന്ത് തീരുമാനമെടുക്കും? അതിലുപരിയായി എന്തിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്? ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമായിട്ട് അച്ഛന് തോന്നുന്ന ഒരു വ്യക്തിയിൽ ഒന്നാണ് നമ്മുടെ എസ്തേർ. എസ്തേറിൻ്റെ വാക്ക് തന്നെ എത്ര മനോഹരമാണെന്നറിയോ? എസ്തേറിൻ്റെ പുസ്തകം 14-ാം അധ്യായം 18 വാക്യത്തിൽ പ്രകാരം പറയുന്നു, അബ്രഹാത്തിന് ദൈവമായ കർത്താവേ, എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു. ഓർക്ക പ്രിയമുള്ളവരെ, എസ്തേർ പറയാ, അബ്രഹാത്തിൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഇവിടെ എന്നെ കൊണ്ടുവന്നത് പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ വേറൊർക്കും ലഭിക്കുവാൻ പറ്റാത്ത തരത്തിൽ സന്തോഷമൊക്കെ അനുഭവിക്കാൻ എനിക്ക് സാധിക്കും. എല്ലാത്തരം സാധ്യതകൾ എൻ്റെ മുന്നിലുണ്ട്. ഞാൻ രാജ്ഞിയാണല്ലോ, രാജ്ഞിയെ പോലെയാണല്ലോ. എനിക്ക് വേണമെങ്കിൽ എന്തു വേണേലും അനുഭവിക്കാമായിരുന്നു. ഏതറ്റം സന്തോഷത്തിൻ്റെ വാതിലൂടെ എനിക്ക് കടന്നു പോകാമായിരുന്നു. എന്നാൽ ആ മകൾ പറയുന്നുണ്ട്, അതാണ് മറ്റു ഭൗതിക വസ്തുക്കളോ സുഖസന്തോഷങ്ങളോ ഒന്നിലും ഞാൻ എൻ്റെ ജീവിതം പരിമിതിപ്പെടുത്തുന്നില്ല. ജനത്തിന് വേണ്ടി ത്യാഗമെടുക്കാൻ കടന്നു വന്ന എസ്തേർ രാജ്ഞിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ സ്വകാര്യ സന്തോഷങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ഏത് സാധ്യതകൾ എനിക്ക് തുറന്നു വരുമ്പോഴും അതെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ച് എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ, അതുപോലെ തന്നെ ദൈവം തന്ന സന്തോഷം മാത്രം ആനന്ദിക്കാൻ ഇടവരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവർ, നമ്മുടെ നിയോഗങ്ങൾ ഈ വാഗ്ദത്ത പേടകത്തെ സമർപ്പിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശിഹാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.